അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു ബീഫ് വരട്ടിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 സവാളയും 2 തക്കാളിയും മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കൈകൊണ്ട് കുഴച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് ഒരു 6 വിസിൽ വരുത്തുക. ഗ്യാസ് മേലെ വെച്ചിട്ട്. ബീഫ് ഓരോ മൂപ്പിനനുസരിച്ചിട്ടാണ് വേവ്. ഇത് കുറച്ച് മൂപ്പില്ലതാണ്. ആവിയൊക്കെ പോയി തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി വേവ് പാകമായി. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറാട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത്. ഇനി ചട്ടി അടുപ്പിലേക്ക് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. ഇത് ഗോൾഡൻ കളറാണ് വരെ വഴറ്റിയെടുക്കുക. ഇനി ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. സർവിംഗ് ഡിഷിലേക്ക് മാറ്റി എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.